ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി മണിയാർ ബാരേജിന്റെ ഷട്ടർ പൂർണ്ണ തോതിൽ നാളെ ഉയർത്തുമെന്ന് മുന്നറിയിപ്പുണ്ട്. നദീതീരത്ത് താമസിക്കുന്നവർക്കാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം കക്കട്ടാറിൽ 1 മീറ്റർ വരെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഈ മണിയാർ ബാരേജിന്റെ ഷട്ടറുകൾ പൂർണ്ണ തോതിൽ നാളെ ഉയർത്തും എന്നുള്ളതുകൊണ്ട് എന്തെല്ലാം മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് നദീതീരത്ത് താമസിക്കുന്നവർക്കുൾപ്പെടെ? ലക്ഷ്മി, പമ്പ ജലസേചന പദ്ധതിയുടെ ഭാഗമായ മണിയാർ ബാരേജിന്റെ സ്പിൽവേ ഷട്ടറുകളാണ് നാളെ തുറക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഷട്ടറുകൾ പൂർണ്ണ തോതിൽ ഉയർത്തും എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. 2 ദിവസം മുൻപ് തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള മുന്നറിയിപ്പുകൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാണിത് പൂർണ്ണതോതിൽ തുറക്കുക എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. നാളെ തുറക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഷട്ടർ തുറക്കുകയാണെങ്കിൽ കക്കട്ടാറിൽ 1 മീറ്റർ വരെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കക്കാട്ടാറിന്റെയും പമ്പയാറിന്റെയും തീരത്ത് താമസിക്കുന്ന ആളുകളും മണിയാർ, വടശ്ശേരിക്കര, റാന്നി, പേരുനാട്, കോഴഞ്ചേരി, ആറന്മുള തുടങ്ങിയ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളും ജാഗ്രത പുലർത്തണമെന്നുള്ള മുന്നറിയിപ്പാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കരുത്, നദികളിൽ ഇറങ്ങരുത്, നദികളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രതയോടുകൂടി തന്നെ കഴിയണമെന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടാകുന്നു. ഈ ഭാഗങ്ങളിലെല്ലാം എല്ലാ താലൂക്കുകൾ അടിസ്ഥാനത്തിലും ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാണ്. ക്യാമ്പുകളിലേക്ക് ആളുകളെ ഏത് സമയം വേണമെങ്കിലും മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടികളും പൂർത്തിയായിട്ടുണ്ടെന്നാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ജാഗ്രതാ മുന്നറിയിപ്പുകൾ മുന്നോട്ട് പോവുകയാണ്. ജാഗ്രതാ മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പ്രവർത്തനങ്ങളെല്ലാം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. രാവിലെ മഴ മാറി നിന്നുവെങ്കിലും ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. നഗരത്തിലും നഗരത്തോട് ചേർന്ന പ്രദേശങ്ങളിലെല്ലാം നിർത്താതെ ഉള്ള മഴയുണ്ട്. കഴിഞ്ഞ 2 ദിവസം റെഡ് അലർട്ട് ആയിരുന്നെങ്കിൽ കൂടി മഴ മാറി നിൽക്കുന്ന സാഹചര്യവും കാലാവസ്ഥയും ഉണ്ടായിരുന്നു. ഇടവിട്ടുള്ള മഴ മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിരുന്നത് എന്നതും ചെറിയ ഒരു ആശ്വാസമായി, ആശങ്കയ്ക്ക് വക നൽകാത്ത ഒരു കാര്യമായി ജില്ലയിൽ നിലനിൽക്കുകയും ചെയ്തിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട്. മറ്റ് എല്ലാ ഭാഗങ്ങളിലും താലൂക്കുകളിലും മഴ ശക്തമായി തന്നെ തുടരുകയും ചെയ്യുകയാണ്. ലക്ഷ്മി, മിഥുൻ മുരളി വിവരങ്ങൾ നൽകിയത്.